ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ഓർമ്മയിൽ നിൻമുഖം മാത്രം ഓർക്കുമ്പോൾ മനം കുളിരുന്നു. മിഴികളിൽ സ്നേഹമൊഴുകുന്നു. ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനേ. എന്നെയെന്നും കൺമണിയായി കരുതുന്നോനേ. ഓമനപുത്രനാക്കുവാൻ നാഥാ എൻ്റെ കൂടെ നീ വരേണമേ. ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനേ. എന്നെ എന്നും കൺമണിയായി കരുതുന്നോനേ. ഓമനപുത്രനാക്കുവാൻ നാഥാ എൻ്റെ കൂടെ നീ വരേണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായൊരു സന്ദേശമാണ് ജപമാല. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നമ്മൾ മടിക്കരുത് എന്ന സന്ദേശം. പ്രത്യേകമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങുമ്പോൾ കർത്താവ് അങ്ങനെ ഒരു മേഖല കാണിക്കുകയാണ്. പല പ്രാർത്ഥനകൾ നമ്മൾ ചെല്ലുന്നുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം നല്ല പ്രാർത്ഥനകളാണ്. പക്ഷേ ജപമാല, പരിശുദ്ധ അമ്മയുടെ ജപമാല കുറഞ്ഞു പോയ നിമിഷങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ജപമാല ചെല്ലാനൊക്കെ ഇങ്ങനെ മനസ്സിലൊരു പ്രേരണ പരിശുദ്ധാത്മാവ് തരും. പരിശുദ്ധ അമ്മയുടെ ജപമാല ചെല്ല്. അപ്പോൾ നമുക്ക് തോന്നുകയാണ് അന്ന് നമുക്ക് അത് ചെല്ലാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് കരുണക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം. വീണ്ടും പ്രേരണ തരും, പരിശുദ്ധ ജപമാല ചെല്ല്. അപ്പോൾ നമുക്ക് വീണ്ടും തോന്നും ഒന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാം. വീണ്ടും ജപമാല ചെല്ലാൻ പ്രേരണ തോന്നും. അന്ന് നമ്മുടെ വലിയ പ്രിൻ്റഡ് പുസ്തകങ്ങളുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്കിപ്പോൾ ജപമാല ചെല്ലാൻ പ്രേരണ തോന്നും. അപ്പോൾ നമുക്ക് തോന്നും എന്നാൽ നമുക്ക് വേറെ ഒരു പ്രാർത്ഥന ചെല്ലാം. ഇങ്ങനെ എപ്പോഴും ആ പ്രാർത്ഥനകളെല്ലാം നല്ല പ്രാർത്ഥനകളാണ്. പക്ഷേ അങ്ങനെ മറ്റു പല പ്രാർത്ഥനകൾ ചൊല്ലി വരുമ്പോൾ അവസാനം പരിശുദ്ധ അമ്മയുടെ ജപമാല വളരെയധികം കുറഞ്ഞു പോയി. ഒരു പക്ഷേ മുന്നാളുകളിലൊക്കെ ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് ജപമാല പ്രാർത്ഥന, പരിശുദ്ധ അമ്മയുടെ ജപമാലയെ പറ്റിയേ പറയുക. പല ജപമാല ഉണ്ടല്ലോ, തെറ്റിപ്പോകാതിരിക്കാനാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല എന്ന് പറയുക. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലാൻ മടിക്കരുത് എന്ന ശക്തമായ സന്ദേശം തരികയാണ്. അപ്പം അത് മാറ്റിവെക്കരുത്, അത് ചൊല്ലണം എന്ന കർത്താവ് പറയുക. അതിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹം ദൈവം നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും ഒരു നഴ്സായിട്ടുള്ളൊരു സഹോദരി പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ആ പെങ്കൊച്ചിന് നാളുകളായിട്ടുള്ള വയറുവേദന എന്ത് ചെയ്തോ മാറുന്നില്ല. ആ ഒരു കാരണത്താൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ഒരു ദൈവസ്വര സന്ദേശം, മാതാവിൻ്റെ ഒരു പാട്ട് എൻ്റെ ചെവിയിൽ പതിക്കുക. അതിങ്ങനെയാണ്: രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ മറക്കരുതേ ഒരു നാളും. ആ പാട്ടിൻ്റെ വരികൾ ശരിക്കും ഇങ്ങനെയാണ്. പലരും ആ പാട്ട് കേട്ടുണ്ടായിരിക്കും. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. നിന്ദിക്കരുതെന്നാണ് ശരിക്കും അതിൻ്റെ വരി. പക്ഷേ ഞാൻ കേൾക്കുന്നത്, പരിശുദ്ധാത്മാവിനെ കേൾപ്പിക്കുന്നത് ഇങ്ങനെയാണ്: രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ മറക്കരുതേ നീ ഒരു നാളും. കണ്ടോ? രക്തക്കണ്ണീരൊഴുക്കി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിൻ്റെ അമ്മയെ നീ ഒരിക്കലും മറക്കരുത് എന്ന് കർത്താവ് സന്ദേശം തരികയാണ്. ഇന്ന് പലരും പരിശുദ്ധ അമ്മയെ മറന്നു പോവുകയാണ്. നിന്ദിക്കുന്നില്ല, പക്ഷെ മറന്നു പോവുകയാണ്. അപ്പോൾ അതാണ്
നമ്മുടെ വിശുദ്ധ ഔസേപ്പിതാവിന് ഉണ്ടായ ഒരു ശക്തമായ പിശാചിൻ്റെ പ്രേരണ അതായിരുന്നു, പരിശുദ്ധ അമ്മയെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്നാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 19 മുതലുള്ള തിരുവചനം. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. കണ്ടോ? അപ്പോൾ ജോസഫിന് വന്നൊരു പ്രലോഭനം ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും പലർക്കും വരുന്നുണ്ട്. എന്ത്? നിന്ദിക്കൊന്നും വേണ്ട, എന്നാൽ പ്രാർത്ഥിക്കും വേണ്ട, ബഹുമാനിക്കും വേണ്ട, നിന്ദിക്കും വേണ്ട, എന്നാൽ വന്ദിക്കും വേണ്ട. ആ രീതിയിൽ മാതാവിനെ അങ്ങോട്ട് ഒഴിവാക്കാനുള്ളൊരു പ്രേരണ, മറന്നു കളയുക, അങ്ങോട്ട് വിട്ട് കളയുക, ഒഴിവാക്കി കളയുക, അപമാനിക്കാതെ ഉപേക്ഷിക്കുക. ആരെ? പരിശുദ്ധ മറിയത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക. ഇങ്ങനൊരു പ്രേരണ പിശാച് കൊണ്ടുവരുന്നൊരു പ്രേരണയാണ്. അതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരായിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജപമാല തീർച്ചയായിട്ടും കൂടുതൽ ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ള സന്ദേശം തരികയാണ്. അതാണ് പരിശുദ്ധാത്മാവ് ആ ദൂതനിലൂടെ ജോസഫിനോട് പറയുകയാണ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നീ ഒരിക്കലും ശങ്കിക്കരുത്. അത് ചൊല്ലാൻ തോന്നുമ്പോൾ തന്നെ അതെടുത്ത് ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഏറ്റുപറയുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനഭാഗം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനോട് എപ്പോഴെങ്കിലും ആ ഒരു മേഖലയിൽ ഈ ജപമാല കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ ഈ ജപമാല പ്രാർത്ഥനയുടെ എണ്ണം അത് കൂട്ടിച്ചെല്ലാനും ഏകാഗ്രതയോടെ ചെല്ലാനും അങ്ങനെ മാതാവിനുള്ള സ്നേഹവും ഒത്തിരിയേറെ അനുഗ്രഹം മാതാവിൽ നിന്ന് മാതാവിൻ്റെ മധ്യസ്ഥം വഴി നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ വചനഭാഗം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ഇരു കരങ്ങൾ എത്തിപ്പിടിച്ചൊന്ന് ശ്രദ്ധിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ദൂതൻ എന്താണ് കൽപ്പിച്ചത്? മറിയത്തെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. മറിയത്തെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട.
മറിയത്തെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള തടസ്സങ്ങൾ ഈ ശുശ്രൂഷ ആരാധനാ സമയത്ത് വിട്ടുപോട്ടെ. മാതാവിന്റെ വലിയ സാന്നിധ്യം എല്ലാവർക്കും ലഭിക്കട്ടെ. ഇത് ആരൊക്കെ കാണുന്നതോ അവരിലേക്ക് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നിറയട്ടെ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള തടസ്സങ്ങൾ മാറിപ്പോട്ടെ. കരങ്ങളടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കി കരങ്ങളടിച്ചു. അമ്മേ അമ്മേ തായ് അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായ് അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായ് അപ്പമില്ലാതാകുമ്പോൾ, അമ്മേ അമ്മേ തായ് അപ്പമില്ലാതാകുമ്പോൾ അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ കരങ്ങളുയർത്തി. അമ്മേ അമ്മേ തായ് അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായ് അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മയോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു. എല്ലാവരും വാ തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവായ പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോത്മ മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിലെ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഇറങ്ങണമേ. ഇത് കാണുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെട്ട സ്ഥിരത കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, അഭിചാര, കൂടോത്രം, ദിശുദോഷം, പൈശാച, അകപിടവ, ബാധകൾ, കൈവശങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സകലതും, അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സദ്യ യശാനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമണി സദ്യയിലും മധ്യസ്ഥാനും മിക റഫായ് ഗബ്രിയേൽ മാലാഖമാരുടെ ശക്തമായ സാന്താ സംരക്ഷത്താലും ഞങ്ങളുടെ ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിലും, കുടുംബത്തിലും, വ്യക്തിജീവിതത്തിലും, സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലും, വായിലൂടെ, വസ്ത്രത്തിലും, ഭക്ഷണങ്ങളിലും വന്ന് മാനസിക, ശാരീരിക, ആത്മീയമായ, മാനസികമോ, പ്രാപഞ്ചമോ, പൈശാചികമായ സകല ബന്ധനങ്ങളും 10:4 ലൂക്ക 4:10 മർക്കോസ് 16:5 ഉന്നിയോന 3:8 പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്ര വന്നി 10 സദ്യ സകലവിധ പ്രകൃതിക്ഷോഭങ്ങൾ, ഇരുമിന് 28 മഹാശക്തങ്ങൾ, ഉറപ്പ്, ഉദ്ദേശം, വാശി, വൈരാഗ്യം, തർക്കം, കലഹങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ജടിക, ദിവ്യാസ്, കോപാസതി, ഭക്ഷണാസതി, സ്വയംഭോഗം, സവർഗഭോഗം, തെറ്റായ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, വ്യഭിചാര, ദുർബോധം, അഹങ്കാരം, അസൂയ, അലസം, മോഹം, കോപം, കൊതി, വിവാഹ തടസ്സം, ജോലി തടസ്സം, വിൽപ്പനാശം, യാത്രാ തടസ്സം, പഠനതടസ്സം, കോടതിയിൽ സാമ്പത്തികമുണ്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ആന്തരേന്ദ്രിയങ്ങൾ, ബാഹ്യങ്ങൾ, ചെറുതൊഴിൽ, രോഗപ്പെടൽ, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടാവാടി സ്വഭാവം, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം, വചനം വായിക്കാം, ജപമാല തടസ്സങ്ങൾ, രോഗശാന്തി തടസ്സങ്ങൾ, സന്ദേശങ്ങളാൽ തടസ്സങ്ങൾ, വന്യജീവികളുടെ ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങൾ, അതിന്റെ പിന്നെ പറഞ്ഞ പൈശാചി, അരിവിൽ, അന്ധകാര സത്യങ്ങൾ, സാധാരണ സത്യങ്ങൾ, ദുഷ്ടശക്തികൾ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുനാഥം ഞാൻ ശാസിക്കുന്നു, യേശുനാഥ്യം ബന്ധിക്കുന്നു, യേശുനാഥം ബഹിഷ്കരിക്കുന്നു, സ്വരകുരിശനെ ആട്ടിപ്പായിക്കും. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഭവിഷ്യമെന്ന സാത്താനെ നിന്നും ഞാൻ കൽപ്പിക്കുന്നു. 83-ാം സംഗീതത്തിന്റെ അഭിഷേകം നേടണമേ കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കി കരങ്ങളടിച്ച് ആരാധിക്കുക. അമ്മേ അമ്മേ തായ് മനസ്സിൽ ഭാരം കൂടുമ്പോൾ, അമ്മേ അമ്മേ തായ് മനസ്സിൽ ഭാരം കൂടുമ്പോൾ, ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായ് കയ്യും മെയ്യും തളരുമ്പോൾ, അമ്മേ അമ്മേ തായ് കയ്യും മെയ്യും തളരുമ്പോൾ, കൈക്കാലുകളിൽ മുറിവേറ്റവനെ ആരാധിക്കുന്നു. കൈകാലുകളിൽ മുറിവേറ്റവനെ കരങ്ങളുയർത്തിയടിച്ച് ഓ അമ്മേ അമ്മേ തായ് അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായ് അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. എല്ലാവരും സ്വതന്ത്രമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോടൊപ്പം ആരാധിക്കും, വിശുദ്ധരോട് ചേർന്ന് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷിയ റിയ 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 ഷിയ റിയ 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 റിയ
യുവതി യുവാക്കന്മാരെ സമർപ്പിച്ച് ആരാധിക്കും. കൊച്ചു കുട്ടികളെ സമർപ്പിച്ച് ആരാധിക്കുന്നു. ജവമാല ചെല്ലാനുള്ള തടസ്സം മാറിപ്പോൾ പരിശുദ്ധ അമ്മയിൽ വിശ്വാസമില്ലാത്ത മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ. ഹാലുലിയ ജപമാലയുള്ള വിശ്വാസം വർദ്ധിക്കും. ജപമാല ദൈവാനുഭവത്തോടെ ചെല്ലാനുള്ള കൃപ ലഭിക്കും. ഏകാഗ്രതയോടെ ചെല്ലാനുള്ള ലഭിക്കും. കുടുംബ പ്രാർത്ഥന സജീവമാക്കാനുള്ള കൃപ ലഭിക്കും. ഹാല 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 രോഗികളായ മക്കളെ സമർപ്പിച്ച് രോഗശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലുലി അലുലി 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 ഹാലുലി അലുലി 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 ഹാലുലി അലുലി 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 ഹാലുലി അലുലി അലുലിയ യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. സ്വസ്ഥാന്തരിതുകൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ഭാഷകളുള്ളവർ ഭാഷ അത് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ 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 സകല വിശുദ്ധരുടെ ലുത്തിനെ ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം തരികയാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾ സകല വിശുദ്ധരുടെ ലുത്തിനെ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയേറെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക്, സമൂഹ ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് ലഭിക്കും. ശക്തമായ സന്ദേശമാണ്. ഇതിനെപ്പറ്റി ഓൾറെഡി അച്ഛനിവിടെ ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. സകല വിശുദ്ധരുടെ പ്രത്യേകം ലുത്തിനെ ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഒത്തിരി അനുഗ്രഹം കിട്ടുന്ന വീണ്ടും കർത്താവ് സന്ദേശം തരികയാണ്. മുടികൊഴിച്ചിലുള്ളവർ പ്രാർത്ഥിക്കുക. ശക്തമായ മുടികൊഴിച്ചിൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കഴുത്ത് വേദനയുള്ളവർ പ്രാർത്ഥിച്ച കഴുത്ത് വേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പുറം വേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കാലുവേദനയുള്ളവർ പ്രാർത്ഥിച്ചു കാലുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വലിയ നിരാശയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ശുശ്രൂഷകനായ ഒരു മകനോട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുക. അദ്ദേഹത്തിന് സ്തുതിപ്പ് വളരെ കുറവാണ്. സ്തുതിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുക. ഓപ്പറേഷൻ ഒരുങ്ങുന്ന വർഗീസ് എന്ന മകനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ശക്തമായ ചെവിക്കടിയുള്ളൊരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കാൽസ്യം കുറവുള്ളൊരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശക്തമായ ദൈവവിളിയുള്ള മക്കളെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അച്ഛന്മാരായി തീരാനും സിസ്റ്റേഴ്സായി തീരാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്. അതിനുള്ള മക്കൾ ആ പ്രചോദനം കിട്ടുന്നവർ എത്രയും പെട്ടെന്ന് അതിലേക്ക് സമർപ്പിക്കാൻ ഈശോ പറയുക. തൊണ്ടയിൽ ക്യാൻസർ ഉള്ളൊരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൽബിൻ എന്ന മകൻ്റെ വിദേശയാത്രാ തടസ്സം കർത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചാലുടൻ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യവും വിടുതലും നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. എൻട്രൻസ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു മകൾക്ക് ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകാതെ ഓൺലൈനായും ടി വിയിലൂടെയും വിശുദ്ധ കുർബാന കാണുന്നവരെ കാണിക്കുകയാണ്. ആ മക്കളോട് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സാപത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാണണമെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. ഫിലോ, സോഫി, മേബിൾ ഇവരെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. സൈക്കോളജി കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. വിവാഹ തടസ്സമുള്ളവർ ശക്തമായി പ്രാർത്ഥിക്കുക. പല്ലുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിക്കുക. പല്ലിന് കേടുള്ളൊരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. അതിശക്തമായി കഴുത്തുവേദനയുള്ളൊരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു മാനസിക രോഗിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. പൊടിയുടെ അലർജിയുള്ള ഒരു മകൾക്ക് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആത്മഹത്യ ചിന്തയുള്ള ഒരാളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആത്മഹത്യ ചിന്തയുള്ള വ്യക്തിയോട് ഒരു തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. സൗദിയിലെ നഴ്സായ ഒരു മകളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഫെലിക്സ് എന്ന മകൻ്റെ തലവേദന കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കൂടരിഞ്ഞി എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. തിമിരത്തിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന 2 പേർക്ക് ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബീർ കുടിക്കുന്ന ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്ന മകളെ കാണിക്കുകയാണ്. ആ വ്യക്തികൾക്ക് സഹനം വരുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. ഉറക്കത്തിൽ ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥയുള്ളൊരു മകന് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചിക്കൻ കഴിക്കുമ്പോൾ അലർജിയുള്ള മരിയ എന്ന മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഷുഗർ കൂടി കാല് മുറിച്ച് കളയണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ മകനോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം തരുന്നു. ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന, ചെവിയിൽ പഞ്ഞി വെച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചെരുപ്പ് കട നടത്തുന്ന ഒരു മകൻ്റെ മൂക്കിൽ ദശ വളരുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. റൂമിൽ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മകളുടെ ഉദരസംബന്ധമായ രോഗം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചൂടുകുരുവിൻ്റെ അസ്വസ്ഥതയുള്ള വ്യക്തിയോട് വെഞ്ചരിച്ച ഒലിവ് ഓയിൽ തേച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഒരു കുട്ടിയുടെ ബ്രെയിൻ ട്യൂമർ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. സാൻഡോ ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ സാൻഡോയ്ക്ക് സന്ദേശം തരുന്നു. വായിലെ ക്യാൻസറുള്ള ജോർജ് എന്ന മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ട്രീസയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ തലവേദന കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. കാത് പഴുക്കുന്ന അവസ്ഥയുള്ളവർ പ്രാർത്ഥിക്കുക, സൗഖ്യമുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചോ, സൗഖ്യം തരുന്നുണ്ട്. ലങ്സിലെ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന വ്യക്തിയോട് തുറന്ന കുമ്പസാരം നടത്താൻ ഈശോ പറയുക. നഴ്സിംഗ് പഠനത്തിലായിരിക്കുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്.
കിഡ്നി സ്റ്റോൺ കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. ജോലിയൊന്നും ശരിയാകാത്തതിൽ വിഷമിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ജാൻസിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഇയർ ബാലൻസ് കർത്താവ് ഒരു മകൾക്ക് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. അഡിനോയിഡുള്ള ഒരു കുട്ടിക്ക് കർത്താവ് മേഖലയിൽ സൗഖ്യം കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. അപസ്മാരമുള്ള ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകളോട് ഭർത്താവിൻ്റെ കഴുത്തിൽ വെന്തിങ് ഇട്ട് കൊടുക്കാൻ കർത്താവ് സന്ദേശിച്ചിരിക്കുകയാണ്. വിദേശത്ത് ജോലി നഷ്ടപ്പെട്ട ഒരാൾക്ക് പുതിയ ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിട്ടുമാറാത്ത ശ്വാസമുട്ടലുള്ള ഒരു മകളോട് നിന്റെ കുടുംബം മരിച്ചുപോയവർക്ക് വേണ്ടി കുർബാന ചൊല്ലിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഒപ്പം തന്നെ കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഒരു ഹോട്ടലിൽ നിന്നും ഈച്ചശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ജയ്പൂർ എന്ന സ്ഥലത്ത് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നാളുകളായി ശക്തമായ തലവേദനയുള്ള ജോലിക്ക് പോകാൻ പോലും സാധിക്കാത്തൊരു സഹോദരനോട് ഒരു തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. വെഞ്ചരിച്ച ഒലിവ് ഓയിൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത് വഴി വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ട് ഇതുവരെ സാക്ഷ്യപ്പെടുത്താത്ത ഒരു വ്യക്തിയോട് അത് ഇവിടേക്ക് വിളിച്ചു പറഞ്ഞ് ഇവിടെ വന്നോ സാക്ഷ്യപ്പെടുത്താൻ ഈശോ പറയുന്നു. 2 കിഡ്നിക്കും പ്രശ്നങ്ങളുള്ള ഒരാളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഭക്ഷണം കഴിച്ചാലുടൻ ഛർദ്ദി വരുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നു. ലിൻസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വർഷങ്ങളായി യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ഗർഭിണിയായ ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഇൻ്റർവ്യൂ പാസ്സായിട്ടും ജോലിക്ക് തടസ്സമുള്ള ഒരാളുടെ ജോലി തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ക്യാൻസർ രോഗികൾ ശക്തമായ വിശ്വാസത്തോടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുകയാണ്. ഉണ്ണി എന്ന് വിളിപ്പേരുള്ള ഒരു മകൻ്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ ലൂസ് മോഷൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വാച്ച് ധരിക്കുമ്പോൾ അലർജി മാറ്റി ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ഒരു വ്യക്തിക്ക് അത്ഭുത രോഗശാന്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. സ്തുതിക്കുന്നു എല്ലാവരും സ്തുതിക്കുന്നു. എൻ്റെ പേര് സിനി സാബു. ഞാൻ ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് മാമ്പ്ര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ ഒരു സൗഖ്യം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ്. എൻ്റെ ഭർത്താവ് ഇലക്ഷൻ്റെ സമയത്ത് ഇലക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു 2-3 ദിവസത്തേക്ക് നാട്ടിൽ വന്നു. അപ്പോൾ വന്നപ്പോൾ തൊട്ട് ആൾക്ക് ലൂസ് മോഷനും വൊമിറ്റിങ്ങും ഉണ്ടായിരുന്നു. അങ്ങനെ അത് മാറാതായപ്പോൾ രാത്രിയാണ് വന്നത്. പിറ്റേ ദിവസം രാവിലെയൊക്കെ വെള്ളം കുടിച്ചും അങ്ങനെ പല മരുന്നും ചെയ്ത് നോക്കി. പക്ഷേ പറ്റിയില്ല. ഉച്ചയായപ്പോൾ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആക്കണം, ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ അഡ്മിറ്റാക്കി. അങ്കമാലി LF ഹോസ്പിറ്റലാണ് അഡ്മിറ്റാക്കി. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് കിഡ്നി ഫെയില്യൂർ എന്നറിയണേ. കിഡ്നി ടെസ്റ്റുകളൊന്നും നോർമലല്ല. അപ്പോൾ ഡോക്ടർ എന്നിട്ട് പിന്നെ സ്കാൻ ചെയ്യാൻ വിട്ടു. സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ്ങിൽ കിഡ്നിക്ക് കുഴപ്പമൊന്നും കാണുന്നില്ല, നോർമലാണ്. പക്ഷേ കിഡ്നി വർക്കാവുന്നില്ല, യൂറിൻ പാസ് ചെയ്യുന്നില്ല. അങ്ങനെ ICUലേക്ക് മാറ്റി മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തു. ആ രാത്രി മുഴുവൻ ആൾക്ക് യൂറിൻ പോയില്ല. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും എല്ലാവരും വീട്ടുകാരെല്ലാം അറിഞ്ഞു വന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പെട്ടെന്നുണ്ടായതുകൊണ്ട് എല്ലാവർക്കും ഒരു ഷോക്കായി. അങ്ങനെ പിന്നെ രാജഗിരിയിൽ ICUലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് മേടിച്ച് രാജഗിരി ICUലേക്ക് മാറി. അവിടെ ചെന്നപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞത് സെയിം തന്നെയാണ്. അവർക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല. ഇവിടുത്തെ റിപ്പോർട്ടുകളൊക്കെ അവർ കണ്ടു. അവിടെ ചെന്നും അവർ കുറേ ടെസ്റ്റുകൾ ചെയ്തു. അപ്പോൾ ഒരു കിഡ്നി പൂർണ്ണമായിട്ടും ഫെയില്യൂറാണ്. പിന്നെ ഒരു കിഡ്നി 50% താഴെ മാത്രമാണ് വർക്കാവുന്നത്. ഡയാലിസിസ് എന്തായാലും ചെയ്യണം. എന്തായാലും കുറച്ച് മണിക്കൂറുകൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറേ ടെസ്റ്റുകൾ ഇനിയും നടത്താനുണ്ട്. അപ്പോൾ കുറച്ച് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യാം. എന്തായാലും ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പകലും കഴിഞ്ഞു. രാത്രി ഒരു 7 മണി 7:30 ഒരു 8 മണിക്ക് മുമ്പായിട്ട്. അതിനു മുമ്പ് കുറേ പേരോട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടുകാരൊക്കെ അത്ഭുത ജപമാല കണ്ട് പഴയ റെക്കോർഡറായിട്ടുള്ള അത്ഭുത ജപമാലകളെല്ലാം കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു നീ പേടിക്കണ്ട, അത്ഭുത ജപമാലയിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന സഹായം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ഒരു 8 മണിയായപ്പോൾ ആൾ ICUലാണ്, കാത്തറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൾ ഒരു 10 ml യൂറിൻ പാസ് ചെയ്തു എന്ന് പറഞ്ഞു. കാത്തറ്ററിൽ കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ യൂറിൻ്റെ അളവ് കൂടി തുടങ്ങി. അവർ വീണ്ടും സ്കാൻ ചെയ്തു. അപ്പോഴും കിഡ്നി ഇത് സ്കാനിങ്ങിൽ നോർമൽ
നോർമലാണ്. അങ്ങനെ രാവിലെ വരെ വെയിറ്റ് ചെയ്തു, വീണ്ടും പകലും എല്ലാം കുഴച്ച് നോക്കി, അപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ പിറ്റേ ദിവസം ഈവനിങ്ങിൽ ഒരു 5 മണി 6 മണി ആയപ്പോഴേക്കും ICUന്ന് റൂമിലോട്ട് മാറ്റി. ആൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ, അത് ഏതാ ദിവസം എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് ആ ചൊവ്വാഴ്ചയിൽ അത്ഭുത ജമാലയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ICU കിടക്കുന്ന സാബു എന്ന് പറഞ്ഞ മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. പിന്നെ ആൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. ഡോക്ടേഴ്സിന് വരെ ഭയങ്കര അത് ഡയഗ്നോസ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നൊന്നും അവർക്ക് പോലും പിടികിട്ടിയില്ല. എന്തായാലും അത് കഴിഞ്ഞൊരു 3-4 ദിവസം ഇത് അറിയാൻ വേണ്ടി, കിഡ്നിക്ക് ഇനി വല്ല കുഴപ്പമുണ്ടോ എന്തോ എന്നൊക്കെ കൂടുതൽ അറിയാനും ടെസ്റ്റ് ചെയ്യാനും വേണ്ടി ഒരാഴ്ച അടുത്ത് ഒരു 3-4 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് എല്ലാ ടെസ്റ്റുകളും നോർമലായി ഞങ്ങൾ തിരിച്ചു പോന്നു. ഇപ്പോൾ ഏകദേശം ഒരു 7 മാസത്തോളമായി. ആളുടെ 2 കിഡ്നിക്കും ഒരു കുഴപ്പമില്ല, എല്ലാ ടെസ്റ്റുകളും നോർമലാണ്. അതിനെ അന്ന് അങ്ങനെ ഒരു അസുഖം വന്നതിനെ പ്രതി ഒരു മെഡിസിനോ ഒന്നും ഞങ്ങൾ കഴിക്കുന്നില്ല. എല്ലാം പരിപൂർണമായി ഈശോ സൗഖ്യപ്പെടുത്തി തന്നു. ഈശോയ്ക്ക് നന്ദി. എനിക്ക് വർഷങ്ങളായിട്ട് മസിൽ പെയിനും തലനീരിൻ്റെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു. എന്നും ബോഡി പെയിനാണ്. അങ്ങനെയാണ് ഞാൻ 2024 ഡിസംബറിൽ താമസിച്ചുള്ള ധ്യാനം കൂടാൻ വേണ്ടി എൽറുഹായിൽ വന്നത്. ഇവിടെ വരുന്നതിൻ്റെ തലേ ദിവസവും വരുന്ന അന്നും യാത്ര ചെയ്തിട്ടാണോ എന്നറിയില്ല, ഭയങ്കര സിവിയറായിട്ടുള്ള പെയിനായിരുന്നു. ഇവിടെ വന്ന് ഒരു അരമണിക്കൂർ വരെയൊക്കെ ആ ഒരു ചെറിയ പെയിനായിട്ടൊക്കെ ഉണ്ടായി. അതിനുശേഷം പൂർണ്ണമായിട്ടും ആ പെയിൻ മാറി. പിന്നെ ഇതുവരെ ഇന്നിപ്പോൾ ധ്യാനം കഴിഞ്ഞു, ഇതുവരെ എനിക്ക് ഒരു പെയിനും ഉണ്ടായിട്ടില്ല. അച്ഛൻ വിളിച്ചു പറയുകയും ചെയ്തു തലനീരിൻ്റെ അസുഖം ഈശോ സുഖപ്പെടുത്തുന്നു. എനിക്കൊരു കുഴപ്പവും ഇപ്പം ഇല്ല. ഇത്ര വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നു. മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായി ഫ്രീ ആയി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കണമേ ഞങ്ങളിൽ കരുണയായിരിക്കണമേ ഞങ്ങളിൽ കരുണയായിരിക്കണമേ.